ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. പ്രതി നാരായണദാസ് പിടിയിലായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായുള്ളത്. ശ്രീകാന്ത്, എവിടെ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്? വിശദാംശങ്ങൾ. അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ പറയാവുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ സംഭവം. അതായത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ ഒന്നാം പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. പ്രതി നാരായണദാസാണ് പിടിയിലായിട്ടുള്ളത്. ഇയാളെ ബംഗളൂരുവിൽ നിന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് എന്ന വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. ബംഗളൂരുവിൽ ഇയാളുടെ ഒളിവ് സങ്കേതം ഉണ്ടായിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് ഇയാൾക്ക് ഈ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അവിടെ തന്നെയുള്ള അയാളുടെ ഒരു ഹൈഡൌട്ടിൽ നിന്നും ഇയാളെ പിടികൂടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിൽ നിന്നും കിട്ടുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കി 72 ദിവസം ജയിലിൽ അടച്ചതിൻ്റെ കാരണക്കാരൻ ഈ നാരായണദാസ് ആണ് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. നേരത്തെ എക്സൈസും അത് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കോടതിയിൽ നിന്നും ഷീല സണ്ണിക്ക് ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങി. തുടർന്ന് ഈ നാരായണദാസിനെതിരെ കേസെടുത്ത് എക്സൈസ് അന്വേഷണവുമായി മുന്നോട്ട് പോയി. ഇതിനിടയിൽ ഇയാൾ കീഴ്ക്കോടതിയെ സമീപിച്ചു ജാമ്യത്തിനായി. അത് തള്ളി. തുടർന്ന് ഹൈക്കോടതിയിലേക്ക് പോയി. ആ ജാമ്യാപേക്ഷയും തള്ളി. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ രൂക്ഷ വിമർശനത്തോടെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടത്. അതിൽ പറഞ്ഞത് ഒരു സ്ത്രീയെ അവർ ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസം ജയിലിൽ അടച്ചതിന് മാപ്പില്ല എന്ന തരത്തിൽ കോടതിയിൽ നിന്നും പ്രതികരണമടക്കം വരികയും ചെയ്തിരുന്നു. ആ പ്രതി അതിനുശേഷം ഒളിവിൽ പോയി. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് പോലീസ് ഈ കേസ് ഏറ്റെടുത്തു. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. പക്ഷേ ഇയാൾ എവിടെയുണ്ട് എന്നത് മാത്രം അന്വേഷണത്തിൽ ലഭ്യമായിരുന്നില്ല. അവരവരുടെ അന്വേഷണവുമായി പോലീസ് പാരലായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനിടയിലാണിപ്പോൾ നാരായണദാസ് പിടിയിലായിരിക്കുന്നത്. നാരായണദാസ് ബംഗളൂരുവിൽ വെച്ച് പിടിയിലായിരിക്കുന്നു. ഈ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസായിരുന്നു ഇത്. അതായത് ഒരു സ്ത്രീ 72 ദിവസം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നു. അവരുടെ ജീവിതം ആകെ തകർന്നു. അവരുടെ ഉപജീവന മാർഗം ഇല്ലാതായി. ഇപ്പോൾ ചെന്നൈയിൽ അവർ മറ്റൊരു ചെറിയ ജോലിയൊക്കെയായി താമസിക്കുകയാണ്. ഇതിനിടയിൽ അവരുടെ മൊഴിയൊക്കെ തന്നെ പോലീസ് ഈ അടുത്തിടെ എടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരം പുറത്തു വരുന്നത്. DYSP VK രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളെ ഉടൻ തന്നെ, വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിക്കും. അയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇനി തുടർന്നുണ്ടാകും. അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. ഏറ്റവും പ്രധാനം, നാരായണദാസ് പിടിയിലായിരിക്കുന്നു. ഷീല സണ്ണിക്ക് അവരെ വ്യാജ കേസിൽ കുടുക്കിയ കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു. എത്ര സമയത്തിനകം ഇയാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ഇയാളെ പിടികൂടിയത്. മറ്റ് വിശദാംശങ്ങൾ എങ്ങോട്ടേക്ക് എത്തിക്കും, എപ്പോഴെത്തിക്കും, അതിന്റെ വിവരങ്ങളൊക്കെ ഉണ്ടോ ശ്രീകാന്ത്? തൃശ്ശൂരിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം. കാരണം അവിടെ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരുന്നത്. അവിടുത്തെ കൊടുങ്ങല്ലൂർ DYSP കൂടിയായ VK രാജുവിനായിരുന്നു ഈ അന്വേഷണത്തിന്റെ ചുമതല നൽകിയിട്ടുണ്ടായിരുന്നതും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളതും. അതിനാൽ തന്നെ തൃശ്ശൂരിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഒരു വിവരം മാത്രമാണ് ഉള്ളത്. അത് ബംഗളൂരുവിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ശ്രീകാന്തിലേക്ക് എത്താം.